ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയെ പ്രതി അനൂപ് ക്രൂരമായി ആക്രമിച്ചതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. പീഡിപ്പിച്ചതിന് പിന്നാലെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പ്രതി മൊഴി നൽകി. വീട്ടിൽ ഉണ്ടായിരുന്ന പല സാധനങ്ങളും വെച്ച് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു വന്നതാണ്. മുഖത്തിടിക്കുകയും തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീടാണ് തല ഭിത്തിയോട് ചേർത്ത് ഇടിച്ചത്. ആ വീട്ടിൽ ഈ ഉപദ്രവിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടെത്തുക, റിക്കവർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് പ്രതിയുമായിട്ട് ഇവിടേക്ക് വരുന്നത്. ഈ പ്രതിയായ ആൾ ഈ കുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടുകൂടിയാണ് ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി വീട്ടിലേക്ക് നേരിട്ട് എത്തുന്നത്. പിന്നീട് ഈ കുട്ടിയെ വന്ന സമയത്ത് തന്നെ ഇയാൾ ഉപദ്രവിക്കുകയും ഈ കുട്ടിയോട് പല കാര്യങ്ങൾ ചെയ്യാൻ പറയുകയൊക്കെ ചെയ്തു. കുട്ടി ബഹളം വെക്കുമെന്ന് കണ്ടപ്പോഴാണ് ഈ കുട്ടി ആദ്യം കുട്ടിയുടെ വായും മൂക്കുമൊക്കെ പൊത്തിപ്പിടിച്ചത്. അതിനുശേഷം കുട്ടിയെ ഭിത്തിയിൽ ചേർത്ത് ഇടിച്ചു. പിന്നീട് ഈ കുട്ടി ഇതൊക്കെ കഴിഞ്ഞ് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മരിച്ചോ എന്ന് അനൂപ് പറയുകയും അത് കഴിഞ്ഞ് കുട്ടി തൂങ്ങുകയും പിന്നീട് ആ സമയത്ത് പരിഭ്രാന്തിയിൽ മരണവെപ്രാളത്തിൽ ഈ കുട്ടി ഷോളിൽ തൂങ്ങിയത് കണ്ട ശേഷം അനൂപ് ഈ കുട്ടിയെ ആ ഷോള് മുറിച്ച് താഴേക്ക് ഇടുകയായിരുന്നു. താഴെ വീണ കുട്ടി നിലവിളിക്കപ്പോഴാണ് വീണ്ടും വായും മൂക്കും പൊത്തിപ്പിടിച്ചത്. ഇങ്ങനെ താഴെ വീണ് നിലവിളിക്കുന്നതിനിടയിൽ, ശ്വാസം കിട്ടാതെ നിലവിളിക്കുന്നതിനിടയിൽ വീണ്ടും ആ കുട്ടി വായും മൂക്കും പൊത്തിപ്പിടിച്ചതോടുകൂടിയാണ് ആ കുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലായതെന്നാണ് പോലീസ് പറയുന്നത്.